നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചത്തു പറയുന്നതാണ് എനിക്ക് താല്പര്യം. ഭൂമിക്ക് ഭാരമായി ഇവളൊക്കെ ജീവിച്ചിരുന്നിട്ട് എന്തിനാ? ഹരി കല്യാണി മോളെ കൊണ്ട് നടക്കുന്നത് കണ്ടിട്ടില്ലേ? ഒരച്ഛനും മക്കളെ ഇങ്ങനെ സ്നേഹിക്കില്ല, പൊട്ടിത്തെറിക്കില്ല. അവന് ദേഷ്യം വന്നാലും പൊട്ടിത്തെറിച്ചാലും ഞാൻ മനസ്സുകൊണ്ട് കൈകൂപ്പിയ അവന്റെ മുന്നിൽ നിൽക്കാറ്. കാരണം എന്താണെന്നറിയൂ? കല്യാണി അവൾ അവന്റെ രക്തത്തിൽ ജനിച്ച കുട്ടിയല്ല. എന്തൊക്കെയാ പറയുന്നേ? സത്യമാണ് മോളെ, സത്യം. എടുത്തു വളർത്തിയ എനിക്ക് സ്വന്തം ജീവിതം കാൽക്കൽ വെച്ച് തന്നു എന്നുള്ള സത്യം. വീണ ഗർഭിണിയാണ്. ഏതോ ഒരുത്തനെ വീട്ടിൽ വിളിച്ച് കയറ്റി അവനിൽ നിന്ന് ഗർഭിണിയായവളാണ് നീയെന്ന് എല്ലാവരും അറിയട്ടെ. ഈ വിവാഹം നടക്കില്ല. നമ്മൾ തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ട്. ഈ കുഞ്ഞ് ജനിച്ചയുടൻ എനിക്ക് ഡിവോഴ്സ് തരാന്നുള്ള എഗ്രിമെന്റ് ഒന്നുകിൽ ഇതിൽ ഒപ്പിടാം, അല്ലെങ്കിൽ കുഞ്ഞിന്റെ അമ്മയില്ലാതെ ചടങ്ങ് നടത്താം. എനിക്ക് എന്തായാലും മാറ്റമില്ല. ഇനി നിങ്ങൾ പറ, സാധാരണ മനസ്സുള്ളൊരു മനുഷ്യനെ കൊണ്ട് അവൻ ചെയ്യുന്നതൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. എന്റെ മനസ്സില് അവൻ ദൈവത്തിന്റെ അവതാരമാ. അതാ ഞാൻ പറഞ്ഞത്, മനസ്സുകൊണ്ട് കൈകൂപ്പിട്ടല്ലാണ്ട് അവന്റെ മുന്നിൽ നിൽക്കാൻ പറ്റില്ല. പറഞ്ഞത് ശരിയാണ്. ഹരിയെ പോലെ അല്ലാതെ ഒരാൾക്കും ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അവൻ വലിയവനാ രാമകൃഷ്ണേട്ട. ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. അല്ലെങ്കിലും പരസ്പരം കാണുന്നവര് എന്തൊക്കെ വേദന മനസ്സിൽ വെച്ചാ നടക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ. ഇവിടെ ഞങ്ങൾ മനസ്സമാധാനത്തോടെ ജീവിക്കുക. ഒരിക്കലും ഒരു ദുരന്തം പോലെ അവൾ തിരിച്ചു വരരുതെന്നുള്ള പ്രാർത്ഥനയില്ല. പക്ഷെ രക്ഷയില്ല. ആരിൽ നിന്ന് ഒളിക്കാൻ തീരുമാനിച്ചോ അവരടുത്ത ദുരന്തവുമായി തേടി വരികയാ. സമ്മാനദാനത്തിന് മോളെ എന്തായാലും സ്കൂളിലേക്ക് വിടില്ല. എന്റെ കുട്ടികളുടെ മുന്നിൽ ചെന്ന് നിൽക്കണ്ട. ചതിച്ചുപോയ അമ്മയുടെ മുന്നിൽ പോയി നിൽക്കുന്നത് എന്റെ കുട്ടിക്ക് നാണക്കേടാ.
അമ്മാവാ, ആ നമുക്ക് പോവാം. വരട്ടെ സുജാതെ. ഒരു മനുഷ്യജന്മം കൊണ്ട് എന്തൊക്കെ താങ്ങണം. പോവാം. അമ്മോടെ നിക്ക്, ഞാൻ ബാഗ് എടുത്തിട്ട് വരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.